ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഇൻകം ഫ്രം സാലറിയിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഇൻകം ഫ്രം സാലറി കാണാനുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ ആദ്യം, അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ബേസിക് സാലറി തന്നെയാണ്. ബേസിക് സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് മന്ത്ലി ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന് എന്ത് ചെയ്യുക, ഇൻറ്റു 12 ചെയ്യുക. അതേപോലെ ഡിയർനെസ് പേ തന്നിട്ടുണ്ടെങ്കിൽ അത് മന്ത്ലി ആണ് തരുന്നത്, ഇൻറ്റു 12 ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇയർലി ആയിരിക്കും നമുക്ക് തരുന്നത്. ഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. നമ്മൾ ആദ്യം അലവൻസിൻ്റെ കാര്യം പറയാം. ഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സബിൾ തന്നെയാണ്. അതേപോലെ അതിൻ്റെ കൂടെ വരുന്ന കമ്മീഷൻ, ബോണസ്, ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ ഫുള്ളി ടാക്സബിൾ അലവൻസിൻ്റെ കേസിൽ ഏതൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ കൂടുതലായിട്ട് കാണുന്നത് ഒന്ന് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി ആണ് തരുന്നതെങ്കിൽ ഇൻറ്റു 12 ചെയ്യുക. പിന്നെ എത്ര മാസത്തേക്കാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണേ. ചിലപ്പോൾ ചില വർഷങ്ങളിൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറൊക്കെ ആകുമ്പോൾ റിട്ടയർ ആവുമെന്നൊക്കെ പറയുവാണെങ്കിൽ അത്ര മാസത്തത് മാത്രമേ നമ്മൾ കാണേണ്ടി വരൂ. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. അതുപോലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ ഇൻ്ററിം റിലീഫ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് തന്നെയാണ്. ദെൻ മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവൻ്റ് അലവൻസ്, ഓവർ ടൈം അലവൻസ്, അതായത് ഈ എംപ്ലോയിയുടെ മക്കളുടെ മാരേജിന് കിട്ടുന്ന മാരേജ് അലവൻസ്, ദെൻ റീഫ്രഷ്മെൻറ്റ് ഓർ ഡിന്നർ ഓർ ലഞ്ച് അലവൻസ്, ഇതൊക്കെ അലവൻസായിട്ട് കിട്ടുവാണെങ്കിൽ ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ദെൻ ഫെസ്റ്റിവൽ അലവൻസ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇതിനൊന്നും എക്സംഷൻ ഇല്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഫുള്ളി ടാക്സബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കാണിക്കാം. ഇനി അലവൻസിൽ തന്നെ ചിലത് പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ഉണ്ട്. അതായത് ഫുള്ളായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. കുറച്ച് എക്സംഷൻ കിട്ടുന്ന കേസാണ് ഈ പാർട്ട്ലി ടാക്സബിൾ അലവൻസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാണ് നമുക്കറിയാം HRA എന്ന് പറയുന്നത്. HRA ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. HRA എന്ന് പറയുന്നത് എക്സംഷൻ കിട്ടുന്നത്, HRAക്ക് എക്സംഷൻ കിട്ടുന്നത് എംപ്ലോയി റെൻറ്റ് കൊടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് HRAക്ക് എക്സംഷൻ കിട്ടൂ. ആ കാര്യം ഓർത്തിരിക്കുക. HRAക്ക് എക്സംഷൻ കിട്ടുന്നത് എംപ്ലോയി റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. എംപ്ലോയി റെൻറ്റ് കൊടുക്കുന്നതായിട്ട് പറയുന്നില്ലെങ്കിൽ HRA ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ HRA എന്ന ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ, ഹൗസ് റെൻ്റ് അലവൻസ് എംപ്ലോയിക്ക് കിട്ടുന്നു എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എംപ്ലോയി റെൻറ്റ് കൊടുക്കുന്നുണ്ടോ. റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെന്തുള്ളൂ, എക്സംഷൻ ഉള്ളൂ. ഇല്ലെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ് HRA എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയി റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്, എക്സംഷൻ ഉണ്ട്. ഈ HRA തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ 2-3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ HRAയുടെ എക്സംഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 കണ്ടീഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. എത്രയാണ് ആക്ച്വലി കിട്ടുന്നത് HRA ആയിട്ട്, ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്, അതാദ്യം നമ്മൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ അത് മന്ത്ലി ആണ് തന്നതെങ്കിൽ ഇൻറ്റു 12 ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ആക്ച്വൽ HRA എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു റെൻറ്റ് പെയ്ഡ് അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ HRAക്ക് എക്സംഷൻ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി, അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു മാസം എത്ര റെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇൻറ്റു എത്ര മാസമാണ് റെൻറ്റ് കൊടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു വർഷം നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3000 രൂപയാണ് റെൻറ്റ് കൊടുക്കുന്നത്, 3000 ഇൻറ്റു 12 മൈനസ് 10% ഓഫ് സാലറി നമ്മൾ കാണണം. 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ, സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRA എന്ന് പറയുന്നത് ഒന്ന് ബേസിക് സാലറിയാണ്. ബേസിക് സാലറി എടുക്കാം. DA ഫോമിംഗ് പാർട്ട് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മാത്രം അത് എടുക്കാം. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണെങ്കിൽ എടുക്കാം. പിന്നെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ എടുക്കാം. ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ HRAയുടെ കേസിൽ ഇപ്പം നമ്മൾ പറഞ്ഞ 10% ഓഫ് സാലറി കാണുമ്പോൾ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ഒന്ന് ബേസിക് സാലറി, DA ഫോമിംഗ് പാർട്ട്, പിന്നെ
ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഉണ്ടെങ്കിൽ ഈ 3 ഐറ്റംസാണ് നമ്മൾ സാലറി കാണുമ്പോൾ എടുക്കുക. ഓക്കെ, ഈ HRAയുടെ കേസിൽ സാലറി കാണുമ്പോൾ എടുക്കുക. കൂടുതൽ കേസിൽ നമുക്ക് എന്താണ് ബേസിക് സാലറി മാത്രമേ എടുക്കാൻ പറ്റാറുള്ളൂ. കാരണം DA ഫോമിംഗ് പാർട്ടായിരിക്കില്ല കൂടുതൽ കേസിൽ നമുക്ക് തന്നിട്ടുണ്ടാവാം. ഇനി അഥവാ എന്താണ് ഫോമിംഗ് പാർട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ എടുക്കുക. കമ്മീഷനും അതുപോലെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ തരുവാണെങ്കിൽ മാത്രം എടുക്കുക, വെറും കമ്മീഷൻ തന്നാൽ എടുക്കരുത്. അപ്പോൾ 10% ഓഫ് സാലറി കാണാം. അതായത് ഈ സാലറിയുടെ എമൗണ്ടിൻ്റെ 10% കണ്ടിട്ട് ഈ റെൻറ്റ് പെയ്ഡിൽ നിന്ന് ആ എമൗണ്ട് കുറക്കുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആദ്യം നമ്മൾ എഴുതിയത് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് ഒരു എമൗണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ. ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ആണെങ്കിൽ 50%, അതായത് 50% സാലറിയുടെ 50%. അല്ലാത്ത എല്ലാ പ്ലേസിലും 40% ഓഫ് സാലറി. മുംബൈ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത ഈ പ്ലേസ് ആണെങ്കിൽ 50% ഓഫ് സാലറിയുടെ 50%. ദെൻ മറ്റ് പ്ലേസിലാണെങ്കിൽ 40% ഓഫ് സാലറി. ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഏത് പ്ലേസ് ആണെന്ന് നോക്കുക. ഈ പറഞ്ഞ 4 പ്ലേസ് അല്ലെങ്കിൽ 40% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ 10% ഓഫ് സാലറി പറഞ്ഞില്ലേ, നമ്മൾ എന്താണ് ബേസിക് സാലറി, DA ഫോമിംഗ് പാർട്ട്, ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ, ഇത് 3 മാത്രമേ നമ്മൾ എടുക്കൂ. അപ്പോൾ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷനും DA ഫോമിംഗ് പാർട്ട് ഇല്ലെങ്കിൽ ബേസിക് സാലറി മാത്രം എടുത്തിട്ട് അതിൻ്റെ 40% കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 50% ആണെങ്കിൽ 50% കാണാം. ഇനി ഇത് നമ്മൾ 3 എമൗണ്ട് നമുക്ക് കിട്ടും. ഈ 3 കണ്ടീഷൻ പ്രകാരം 3 എമൗണ്ട് കിട്ടും. ഇതിലേറ്റവും ലീസ്റ്റ് ഏതാണ് അതാണ് എക്സംപ്റ്റ്. ഇതിലേറ്റവും കുറവ് ഏതാണ് ആ എമൗണ്ട് എക്സംപ്റ്റ് ആണ്. അത്ര നമ്മൾ അതായത് ഇതിലേതാണോ കുറവ് അത്ര നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ഇപ്പോൾ ഇതിലേറ്റവും കുറവ് നമുക്ക് ആക്ച്വൽ കിട്ടുന്ന HRA ആണെങ്കിൽ HRA പിന്നെ ഒന്നും നമ്മൾ എന്താണ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഈ കണ്ടുപിടിച്ച 3 കണ്ടീഷൻസിൽ ഏറ്റവും കുറവ് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ ടാക്സ് കൊടുക്കണ്ട. ഇനി ഇപ്പോൾ ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 24,000 ആണെന്ന് വിചാരിക്കുക. ഏറ്റവും ലീസ്റ്റ് നമ്മളിതിൽ നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ഇപ്പോൾ എന്താണ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറിയാണ്. അത് നമുക്കൊരു 12,000 കിട്ടുന്നു. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് 12,000 ആണ്. നമുക്ക് ആക്ച്വലി 24,000 കിട്ടുന്ന 12,000 ഏറ്റവും കുറവാണ്. അപ്പോൾ ഈ 12,000 എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഏതിൽ നിന്നാണ് കുറക്കേണ്ടത്? ആക്ച്വലി നമുക്ക് 24,000 കിട്ടുന്നുണ്ട്, അതിൽ 12,000 എക്സംപ്റ്റ് ആണ്. അപ്പോൾ 24,000 നിന്ന് 12,000 കുറച്ച് ബാക്കി 12,000 ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഇപ്പോൾ 24,000 ആണ് നമുക്ക് എന്താണ് ആക്ച്വൽ എമൗണ്ട് കിട്ടുന്നത്. നമ്മൾ ഈ 3 കണ്ടീഷനും ചെയ്തു വരുമ്പോൾ 24,000 ആണ് ഏറ്റവും കുറവെങ്കിൽ എന്താണ് 24,000 നമുക്ക് കിട്ടുന്നുള്ളൂ. 24,000 നമുക്ക് എക്സംപ്റ്റഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ടാക്സ് കൊടുക്കണ്ട. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ 2ാമത്തെയോ 3ാമത്തെയോ കണ്ടീഷനാണ് ലീസ്റ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ എമൗണ്ട് ഓഫ് HRAയിൽ നിന്ന് ഈ ലീസ്റ്റായ എമൗണ്ട് കുറച്ചിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് HRAയുടെ എക്സംഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. HRAക്ക് എക്സംഷൻ ഉള്ളത് റെൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ്. ആ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. പിന്നെ പറയുന്നത് പാർട്ട്ലി എക്സംപ്റ്റ് അലവൻസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് HRA. രണ്ടാമത്തത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറയുന്നത് എന്താണ്? ഇത് പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെ കേസിൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡിഡക്ഷൻ അണ്ടർ 16 പ്രകാരം ഒരു ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ മുകളിൽ എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് കാണിക്കണം. അതിനുശേഷം ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രം ഡിഡക്ഷൻ അണ്ടർ 16 പ്രകാരം ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ പ്രൈവറ്റ് എംപ്ലോയീസ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്, ഡിഡക്ഷൻ ഇല്ല. ഇനി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതേപോലെ പ്രൊഫഷണൽ ടാക്സിൻ്റെ കൂടെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രം എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് ഡിഡക്ഷൻ ഉണ്ട്. ഈ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ 20% ഓഫ് സാലറിയാണ്, അല്ലെങ്കിൽ 1/5 ഓഫ് സാലറി. ദെൻ ആക്ച്വൽ എമൗണ്ട് ഓഫ് എന്താണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് ഓർ 5,000 ഏതാണ് ലീസ്റ്റ് അതാണ് എക്സംപ്റ്റ് അല്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടുന്നത്. ഒന്നുകിൽ 1/5 ഓഫ് സാലറി അല്ലെങ്കിൽ 20% ഓഫ് സാലറി. അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് ഓർ
5000 രൂപ. ഇതിലേതാണ് ഏറ്റവും കുറവ് അതിനെന്തുണ്ട്, ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കണ്ടുപിടിക്കുക. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമാണ് ഈ ഡിഡക്ഷൻ ഉള്ളത്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ ഡിഡക്ഷൻ ഇല്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സിബിൾ ആയിട്ട് നമുക്ക് മുകളിൽ കാണിക്കാം, താഴെ ഡിഡക്ഷൻ കൊടുക്കണ്ട. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മുകളിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കാണിക്കുക, അതിനുശേഷം ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതായിട്ട് ഡിഡക്ഷനായിട്ട് കാണിക്കുക. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു 20% ഓഫ് സാലറി അല്ലെങ്കിൽ 1/5 ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് പേ മാത്രമേ വരൂ, മറ്റൊരു ഐറ്റവും അതിൽ വരില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് ഡിഡക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് 1/5 ഓഫ് സാലറി അല്ലെങ്കിൽ 20% ഓഫ് സാലറി കാണുന്നില്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് പേ മാത്രം എടുക്കുക, മറ്റൊരു ഐറ്റവും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വരുന്നത് ഹെൽപ്പർ അലവൻസ് ആണ്. ഹെൽപ്പർ അലവൻസ് എന്ന് പറയുന്നത് സ്പെൻഡ് ഫോർ ദി പർപ്പസ് എക്സംപ്റ്റഡ് ആണ്. ഹെൽപ്പർ അലവൻസിൽ ഇപ്പോൾ നമ്മൾ ഹെൽപ്പർ അലവൻസായിട്ട് നമുക്കൊരു 3000 രൂപ മാസം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം 3000 × 12 ആണ് മൊത്തം എമൗണ്ട്. അതിൽ നിന്ന് എക്സംഷൻ എന്ന് പറയുന്നത് 1500 രൂപ നമുക്ക് ഹെൽപ്പർക്ക് വേണ്ടി ചിലവാകുന്നുണ്ട്. അപ്പോൾ ഈ 1500 × 12 എക്സംപ്റ്റഡ് ആണ്. നമുക്ക് ഹെൽപ്പർ അലവൻസിൻ്റെ കേസിൽ എത്രയാണോ ആക്ച്വലി ആ ഒരു പർപ്പസിന് വേണ്ടി ഹെൽപ്പറിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ചിലവായത്, ആ എമൗണ്ട് അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ യൂണിഫോം അലവൻസും സ്പെൻഡ് ഫോർ ദി പർപ്പസ്, എത്ര രൂപയാണ് യൂണിഫോമിന് വേണ്ടി നമുക്ക് ചിലവായത്, അത് എക്സംപ്റ്റഡ് ആണ്. സ്പെൻഡ് ഫോർ ദി പർപ്പസ് എക്സംപ്റ്റഡ് ആണ്, ബാക്കി ടാക്സബിൾ ആണ്. ഈ ഹെൽപ്പർ അലവൻസും യൂണിഫോം അലവൻസും ഒരേപോലെ തന്നെയാണ്. നെക്സ്റ്റ് ഡെയിലി അലവൻസ് സ്പെൻഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ എക്സംപ്റ്റ് ആണ്. ഡെയിലി അലവൻസ് സ്പെൻഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ ഡെയിലി അലവൻസ് എത്രയാണോ നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് അത്ര എക്സംപ്റ്റ് ആണ്. അതേപോലെ ട്രാവലിംഗ് അലവൻസ് ടൂറിനോ അല്ലെങ്കിൽ ഒഫീഷ്യൽ പർപ്പസിനോ വേണ്ടി ചിലവാക്കിയത് എക്സംപ്റ്റ് തന്നെയാണ്. ട്രാവലിംഗ് അലവൻസ് സ്പെൻഡ് ഫോർ ടൂർ ഓർ ഒഫീഷ്യൽ പർപ്പസ് എക്സംപ്റ്റ് ആണ്. ബാക്കി ടാക്സബിൾ ആണ്. ഞാനിപ്പോൾ പറയുന്ന ഈ പാർട്ട്ലി ടാക്സബിളൊക്കെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് എക്സംപ്റ്റ് ആണ്. അത് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ബാക്കി നമുക്ക് കിട്ടുന്ന അലവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നിന്ന് സ്പെൻഡ് ചെയ്തതിൻ്റെ എമൗണ്ട് നമുക്ക് കുറക്കാം, ബാക്കി നമ്മൾ ടാക്സ് കൊടുക്കണം. പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് നമുക്കറിയാം. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അലവൻസ് കിട്ടുന്നത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു എംപ്ലോയിക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികൾക്കുമായിട്ട് ചിലപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. പക്ഷേ നമുക്ക് എക്സംഷൻ ഉള്ളത് മാക്സിമം 2 കുട്ടികൾക്ക് വെച്ച് മാത്രമേ നമുക്ക് എക്സംഷൻ ഉള്ളൂ. അതും ഒരു കുട്ടിക്ക് ഒരു മാസം 100 രൂപ വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക് എക്സംഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ് ഓർത്തിരിക്കുക, ക്വസ്റ്റ്യനിൽ അധികം കാണാറുണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ് എൻ്റെ കേസിൽ എക്സംഷൻ എന്ന് പറയുന്നത് മാക്സിമം 2 കുട്ടികൾക്കേ കിട്ടൂ. 100 രൂപ എന്ന് പറയുമ്പോൾ 2 കുട്ടികൾക്ക് ഒരു മാസം കിട്ടുന്നത് 200 രൂപ വെച്ചാണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു മാസം 100 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് 2 കുട്ടികൾക്ക് ഈ എക്സംഷൻ കിട്ടും. അപ്പോൾ ഒരു മാസം 200 രൂപ വെച്ച് എക്സംഷൻ കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടിക്ക് 300 രൂപ വെച്ചാണ് 3 കുട്ടികൾക്ക് അലവൻസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 300 × 3, അതായത് ഒരു കുട്ടിക്ക് ഒരു മാസം 300 രൂപ കിട്ടുന്നത്. അപ്പോൾ 3 കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 300 × 3 × 12 ആണ് ഒരു വർഷത്തെ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എക്സംഷൻ എന്ന് പറയുമ്പോൾ 100 × 2 കുട്ടികൾ ഒരു മാസം 100 കിട്ടും, 100 രൂപയെ കിട്ടും. 100 × 2 × 12 എക്സംഷനാണ്. അപ്പോൾ ആദ്യം ചെയ്ത 300 × 3 × 12 നിന്ന് എന്ത് കുറക്കുക, 100 × 2 × 12 കുറക്കുക. നമുക്ക് എക്സംഷൻ കിട്ടുന്നത് അതിൽ നിന്ന് കുറച്ച് ബാക്കി ടാക്സബിൾ ആണ്. 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികൾക്കും കൂടി അലവൻസ് കിട്ടുന്നുണ്ടാവും. പക്ഷേ എക്സംഷൻ എന്ന് പറയുന്നത് 2 കുട്ടികൾക്കേ കിട്ടൂ. അപ്പോൾ അലവൻസ് കാണിക്കുമ്പോൾ 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളുടെയും കാണിക്കുക. എക്സംഷൻ കാണിക്കുമ്പോൾ മാക്സിമം എത്ര കിട്ടും, 2 കുട്ടികൾക്ക് എത്രയാണ് 200 രൂപ വെച്ച് ഒരു മാസം, ഒരു കുട്ടിക്ക് 100 രൂപ വെച്ച് 2 കുട്ടികൾക്ക് 200 രൂപ ഒരു മാസം എക്സംഷൻ കിട്ടും. അപ്പോൾ
100 ഇൻറ്റു 2 ഇൻറ്റു 12 ഒരു വർഷത്തേക്ക് കിട്ടുന്ന എക്സംഷൻ എന്ന് പറയുന്നത്. എക്സംഷൻ എമൗണ്ട് കുറച്ച് ശേഷം ബാക്കി ടാക്സബിൾ ആണ്. ഈ എഡ്യൂക്കേഷൻ അലവൻസ് പോലെ തന്നെയാണ് ഈ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുന്നത്. ഹോസ്റ്റൽ അലവൻസ് ഒരു കുട്ടിക്ക് 300 രൂപ വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക് ഹോസ്റ്റൽ അലവൻസ് കിട്ടും. ഒരു കുട്ടിക്ക് 300 രൂപ വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക് ഇത് കിട്ടും, എക്സംഷൻ കിട്ടും. ഇപ്പോൾ ഹോസ്റ്റൽ അലവൻസ് 500 രൂപ വെച്ചാണ് ഒരു മാസം ഒരു കുട്ടിക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 500 ഇൻറ്റു 3 കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കുട്ടിക്ക് 500 രൂപ വെച്ച് 3 കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 500 ഇൻറ്റു 3 ഇൻറ്റു 12 ഒരു വർഷത്തേക്ക് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. അതിൽ നമുക്ക് എക്സംഷൻ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടാത്ത എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 300 ഇൻറ്റു 2 ഇൻറ്റു 12. ഒരു മാസം 300 ആണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. മാക്സിമം അങ്ങനെ 2 കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ 300 ഇൻറ്റു 2 ഇൻറ്റു 12 ആണ് എന്ത് കിട്ടുന്നത്? ഹോസ്റ്റൽ അലവൻസ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. ദെൻ കൺവേയൻസ് അലവൻസ് ആണ് അടുത്തത്. കൺവേയൻസ് അലവൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒഫീഷ്യൽ കൺവേയൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് എക്സംപ്റ്റ് ആണ്. കൺവേയൻസ് അലവൻസ് ഒഫീഷ്യൽ കൺവേയൻസിന് വേണ്ടി ചിലവഴിച്ചത് എക്സംപ്റ്റ് ആണ്. ബാക്കി മാത്രമാണ് ടാക്സബിൾ ആവുന്നത്. അപ്പോൾ ഇതിൽ കൺവേയൻസ് അലവൻസ് ചോദിക്കാറുണ്ട്, HRA കൂടുതലായിട്ടും ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് ഈ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ഹോസ്റ്റൽ അലവൻസും അതൊക്കെ ഓർത്തിരിക്കുക. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ കേസിൽ പറയുന്നത് 100 രൂപ വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക്. ഹോസ്റ്റൽ അലവൻസിൻ്റെ കേസിൽ പറയുന്നത് 300 രൂപ വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക്. ഇനി ഇത് രണ്ടും ഒരുമിച്ചാണ് ചിലപ്പോൾ നമ്മൾ തരുന്നതെങ്കിൽ 400 രൂപ വെച്ച്, അതായത് 100 രൂപ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ എക്സംഷനും 300 ഹോസ്റ്റൽ അലവൻസിൻ്റെ എക്സംഷനും. അപ്പോൾ 100 + 300 ഒരു കുട്ടിക്ക് ഒരു മാസം 400 രൂപ വെച്ച് എക്സംഷൻ കിട്ടും, രണ്ടും കൂടിയിട്ട്. ഇൻറ്റു എത്ര? 2 കുട്ടികൾക്കാണ് മാക്സിമം എക്സംഷൻ കിട്ടുക. ഇൻറ്റു 12 ചെയ്താൽ മതി. ഇവിടെ ഓർത്തിരിക്കേണ്ടത് മാക്സിമം 2 കുട്ടികൾക്കേ കിട്ടൂ. എക്സംഷൻ എമൗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബാക്കി അതായത് ഈ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ടിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കണ്ടൂ. അപ്പോൾ ഇതൊക്കെ പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ് ഈ എഡ്യൂക്കേഷൻ അലവൻസും ഹോസ്റ്റൽ അലവൻസൊക്കെ പറയുന്നത്. അപ്പോൾ എത്രയാണ് എക്സംപ്റ്റഡ് എന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ അലവൻസായിട്ട് 100 രൂപ വെച്ച് ഒരു മാസം, അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് എക്സംഷൻ കിട്ടും. ഇത് ആക്ച്വലി കിട്ടുന്നതിൽ നിന്നാണ് നമ്മൾ കുറക്കേണ്ടത്. 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികൾക്ക് കൂടി കിട്ടുന്നതിൽ നിന്നാണ് ഈ എക്സംഷൻ എമൗണ്ട് കുറക്കേണ്ടത്. ഹോസ്റ്റൽ അലവൻസ് 300 രൂപ വെച്ച് ഒരു മാസം ഒരു കുട്ടിക്ക് കിട്ടും. അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് ഒരു മാസം കിട്ടും. അങ്ങനെ 600 രൂപ ഒരു മാസത്തേക്ക് ഹോസ്റ്റൽ അലവൻസായിട്ട് ഒരു എംപ്ലോയിക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ അലവൻസിൻ്റെ കേസിൽ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടതൊന്ന് കോൺട്രിബ്യൂഷൻ ടു RPF ആണ്. നമുക്കറിയാം എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF നോട്ട് ടാക്സബിൾ ആണ്. എന്താണ്? എക്സംപ്റ്റ് ആണ്, നില്ലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF ആണെങ്കിൽ 12% നോക്കുക. സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. കൂടിയ എമൗണ്ട് ടാക്സബിൾ ആണ്. സാലറിയുടെ 12% കണ്ടുപിടിക്കുക. 12% കണ്ടുപിടിച്ച ശേഷം എത്രയാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സാലറിയുടെ 12% കൂടുതലാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ട് ടാക്സബിൾ ആണ്. എത്രയാണോ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, 12% വരെ എക്സംപ്റ്റഡ് ആണ്. 12% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂടിയ എമൗണ്ട് ടാക്സബിൾ ആണ്. അപ്പോൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുന്നത് 12 ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. അതായത് 12%, സാലറിയുടെ 12% കൂടിയാൽ മാത്രമേ ഇത് ടാക്സബിൾ ആവൂ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സാലറിയുടെ 12% കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ RPFൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 12% ഓഫ് സാലറി. 12% ഓഫ് സാലറി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ HRAയുടെ കേസിൽ പറഞ്ഞതുപോലെ ബേസിക് സാലറി, ദെൻ ഡിയർനെസ് പേ അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് പേ മാത്രം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് മാത്രം, പിന്നെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ RPFൻ്റെ കേസിലും നമ്മൾ എടുക്കുന്നുള്ളൂ. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിലും നമ്മൾ ഈ 3 ബേസിക് സാലറി, DP അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് പേ അല്ലെങ്കിൽ DA ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, അതുണ്ടെങ്കിൽ നമ്മൾ എടുക്കും.
വെറും DA നമ്മൾ എടുക്കില്ല. പിന്നെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ എടുക്കും. അപ്പോൾ അങ്ങനെയാണ് സാലറി കണ്ടുപിടിക്കുക. സാലറിയുടെ 12% 12% നമ്മൾ കാണുക. എന്നിട്ട് എംപ്ലോയർ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ സാലറിയുടെ 12% എന്ന് പറയുന്നത് ഒരു 24,000 രൂപയാണെന്ന് വിചാരിക്കുക. എംപ്ലോയർ 22,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളെങ്കിൽ ഈ 22,000 എക്സംപ്റ്റ് ആണ്. ഓക്കെ, സാലറിയുടെ 12% 24,000 നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആക്ച്വലി എംപ്ലോയർ 22,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ 24,000 വരെ എക്സംപ്റ്റ് ആണ്. അപ്പോൾ 22,000 എക്സംപ്റ്റ് ആണ്. ഇനി ഫോർ എക്സാമ്പിൾ സാലറിയുടെ 12% 24,000 ആണ്. എംപ്ലോയർ 28,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. എംപ്ലോയർ 28,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ 24,000 വരെ എക്സംപ്റ്റ് ആണ്. ബാക്കി 28,000 നിന്ന് 24,000 കുറച്ചാൽ ബാക്കി 4,000 ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട 12% കണ്ടുപിടിക്കുക സാലറിയുടെ. അതിനുശേഷം എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അത് 12% കൂടുതലാണെങ്കിൽ കൂടിയ എമൗണ്ട് ടാക്സബിൾ ആണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ RPFൻ്റെ കേസിൽ നമ്മുടെ എത്രയാണ് നമുക്ക് ബാലൻസ് തന്നിട്ടുള്ളത് അതിൻ്റെ മുകളിൽ 9.5% കാണാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് തരും ഇത് 9.5% കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ RPF 9.5% കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കണ്ടൂ. ഇത് നമുക്ക് കൂടുതൽ കേസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇപ്പോൾ 10% ആണെങ്കിൽ 0.5% മാത്രം ടാക്സ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 9.5% തന്നിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ RPFൻ്റെ കേസിൽ 9.5% കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കണ്ടൂ. 9.5% കുറവാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. അത് നില്ലായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ RPF കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് പെർക്വിസിറ്റ്സ് ആണ്. പെർക്വിസിറ്റ്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.